ഇവിടെ ദിലീപേട്ടനും രാജുവേട്ടനും നമ്മുടെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്താ അമ്മ സ്വാഭാവികമായിട്ടും പറഞ്ഞു കഴിഞ്ഞു 2004 ആ സമയത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ മുദ്രാവാക്യം വിളിച്ചതിൽ ഒരാളായിരുന്നു ദിലീപേട്ടൻ. അതിനുശേഷം ദിലീപേട്ടന്റെ രീതിയിൽ വളർന്നു, രാജുവേട്ടന്റെ രീതിയിലും വളർന്നു. ദിലീപേട്ടൻ മാത്രമല്ല, രണ്ടുപേരുണ്ട്. അത് പറഞ്ഞിരുന്നല്ലോ. കുറെ പെണ്ണുങ്ങൾ ഇരുന്നുകൊണ്ട് ഇവരാര് എന്നൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം രണ്ടുപേരും വളർന്നു, രണ്ടുപേരും തമ്മിലൊരു കമ്പാരിസൺ ആയി. ആരായിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ? മമ്മൂട്ടിക്ക് മോഹൻലാലിന് ശേഷം. കാര്യം ഏജ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു രാജുവേട്ടന് 44-45 വയസ്സും കണ്ടുള്ളൂ, 55-56 വയസ്സുണ്ട്, 57 വയസ്സിന്റെ അടുത്തുണ്ട് നമ്മുടെ ദിലീപേട്ടന്. അപ്പൊ എങ്കിലും അവർ തമ്മിലൊരു കമ്പാരിസൺ ആയി തുടങ്ങി. ഇനി അടുത്തത് ഇവരായിരിക്കും ഭരിക്കുന്നത് എന്നുള്ള കമ്പാരിസൺ ആയി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മൊയ്തീൻ എന്നും നിന്റെ മൊയ്തീൻ സിനിമ ഇറങ്ങുകയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് ദിലീപേട്ടൻ കാഞ്ചനമാലയുടെ അടുത്ത് പോവുകയും സപ്പോർട്ട് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് സംഭവിച്ചതെന്ന് ഞാനിപ്പോ അവരുടെ കൂടെ പോയില്ല. കാഞ്ചനമാല പൃഥ്വിരാജ് മഹാമോശം ഒന്നുമില്ല, നല്ല ഏറ്റവും പിന്നെ ദിലീപേട്ടൻ പോയത് അവിടെ എന്ത് പറഞ്ഞത് നമ്മൾ അന്വേഷിക്കുന്നത് എന്തിനാ?